सर्वमंगल्य मांगल्य शिवे सर्वार्थ साधिके शरण्ये त्र्यंबके गौरी नारायणी नमोस्तुते। सर्वमंगल्य मांगल्य शिवे सर्वार्थ साधिके शरण्ये त्र्यंबके गौरी नारायणी नमोस्तुते। ഇനി നിങ്ങൾ വധുവിന്റെ നെറ്റിയിൽ കുങ്കുമം ചേർത്തിക്കോളൂ. രചന മോളെ, നിനക്ക് ഇത്രയും ഭാരമുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ പാടില്ല. അത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ദോഷാ മോളെ. എന്റെ രച്ചു, നീ എന്താ ഈ ചെയ്യുന്നേ? നിന്നോട് ഭാരമുള്ള സാധനങ്ങളൊന്നും എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ നാളെ രാവിലെ പോയി വാങ്ങുമായിരുന്നല്ലോ. അവിടെ ആരെയും നോക്കുന്നേ? ഒന്നുമില്ലമ്മേ, ഒരു നീ പറഞ്ഞത് വളരെ ശരിയാ പ്രിയ. ആരുടെ കൂടെയാണോ നിന്റെ ഭാഗ്യം ചേരുന്നത്, അയാളുടെ പേരിലുള്ള സിന്ദൂരമായിരിക്കും നിന്റെ നെറ്റിയിൽ അണിയുന്നത്. ഇന്ന് എന്റെ സ്വപ്നവും നിന്റെ ആഗ്രഹവും രണ്ടും പൂവണിഞ്ഞിരിക്കുന്നു. അച്ഛാ, ചേച്ചിയുടെ കല്യാണം വളരെ ഭംഗിയായി നടക്കുന്നു. എല്ലാരും ഭയങ്കര സന്തോഷത്തില. അച്ഛൻ വിഷമിക്കണ്ട. വേഗം എടുക്ക്. ഇതെന്താ ഇത്രയുള്ളൂ? ഈ പൈസക്ക് ചെരുപ്പിന്റെ സോള് പോലും കിട്ടില്ല. ഒരു മിനിറ്റ് പൂർണ്ണി, റോക്ക് സ്റ്റാർ അബിയുടെ ചെരുപ്പാണ്. അറ്റ്ലീസ്റ്റ് അതിന്റെ വിലയെങ്കിലും തരൂന്നേ. ഈ കാശിന് പുതിയൊരെണ്ണം വാങ്ങിക്കാം. അയ്യോ, ചേട്ടന് ദേഷ്യം വന്നു. ഒരു കാര്യം ചെയ്യൂ, ഈ പൈസ നിങ്ങൾ തന്നെ വെച്ചോളൂ, എന്നിട്ട് പുതിയ ചെരുപ്പ് വാങ്ങിക്കോ. പക്ഷെ ഇവിടുന്ന് പോണെങ്കിൽ വെറും കാലി തന്നെ പോണ്ടി വരും. ഏട്ടാ, കൊടുത്തേക്ക് അവർക്ക് പൈസ. ആഫ്റ്റർ ഓൾ ദാറ്റ്സ് വാട്ട് ദേ വാണ്ട്. ശരി. ഇത് മതിയാകോ? ഇനി എന്റെ ചെരുപ്പതാ. അമ്മ ചെരുപ്പ് കൊടുക്ക്. ഇതാ ചേട്ടന്റെ ചെരുപ്പ്. ഇറ്റ്സ് ഓക്കെ, ഞാനിട്ടോളാം. ഇതാ ചേട്ടന്റെ ചെരുപ്പ്. ഇറ്റ്സ് ഓക്കെ, ഞാനിട്ടോളാം.
താങ്ക് യു. താങ്ക് യു. നോക്ക്. വാനമകലുന്നുവോ കൂരിരുളു മൂടിയോ വാർമുകിലു പോലെ മോഹമലിയുന്നുവോ വീണൊഴിയുമേകാന്തമോകാഭിലാഷം പാവമൊരു രാപ്പാടി പോലിന്നു തേങ്ങി വീണ്ടുമുയരാൻ പാടിയലയാനാരു ചിറകേകുവാൻ വീണ്ടുമുയരാൻ പാടിയലയാനാരു ചിറകേകുവാൻ വാനമകലുന്നുവോ കൂരിരുളു മൂടിയോ വാർമുകിലു പോലെ മോഹമലിയുന്നുവോ അരികിലരികിലരികിൽ തോന്നലൊരു മായ അകലെ അകലെ ദൂരെ ആകാശലോകം പൂരമ്പു പോലെ പായുന്ന മോഹം വീഴുന്നു താഴെ മഴപ്പാറ്റ പോൽ Hi, sweetheart. Congratulations. Finally got married. കൺഗ്രാസ് നിന്റെ കൈ തന്നെ വെച്ചോ. ദിസ് ഹാസ് ടു ബി ദ വേഴ്സ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. Come on, baby. കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. അവിടെ എന്താ സംഭവിക്കുന്നേ? 70s ഫിലിം പോലെയാ. എല്ലാവരും നന്നായി അഭിനയിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ കണ്ണീര് കണ്ടാൽ ആരും വിശ്വസിച്ചു പോകും. എന്തായാലും ഞാനും അങ്ങോട്ട് പോവാ. എനിക്കും പോയി കുറച്ച് അഭിനയിക്കാനുണ്ട്. Okay. Love you. ആ അച്ഛമ്മേ. മോനെ, എന്റെ കുഞ്ഞ് വളരെ നല്ലവള. മോനവളെ നന്നായിട്ട് നോക്കിക്കോണേ. എത്ര സൂത്രശാലിയാണ് ഈ മകളെന്ന് ഇവർക്കൊന്ന് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരിക്കൽ പോലും ഞാനിവളെ നന്നായി നോക്കില്ലെന്ന് എനിക്കിവരോട് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിനെ. ഒഴുകി ഒഴുകി മറയും പൂന്തെന്നലേ നീ വെറുതെ ഇനിയും ഓർക്കാൻ തൂവൽ തരാമോ ആസ്മേരനാ
ഇതിനെ വലതുകാൽ കൊണ്ട് തട്ടിയിട്ട് മോളുടെ പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കൂ. വെണ്ണിലവേ നിന്നരികിൽ ഇതല്ലേ നീ ആഗ്രഹിച്ചിരുന്നത്? ഞാൻ നിന്നെ ഒരിക്കലും തനിച്ചാക്കി പോകരുതെന്ന്, നീ എവിടെയാണെങ്കിലും നിന്റെ ഒപ്പം ഉണ്ടാകണമെന്ന്. ഇതാ ഞാൻ വന്നു കഴിഞ്ഞു. വേനൽ മാറി പെയ്തലിഞ്ഞു പോകുമോ, ഗസലായി പാടുന്നീരാവേരെയാവോർമകൾ ഈശ്വരൻ താളങ്ങളായി മാറി ഈ നൊമ്പരം ഓരിതളായി ഈവനിയിൽ. ഇവളെപ്പോഴും സത്യത്തിനൊപ്പമായിരുന്നു. ഇവൾക്ക് വേണ്ടപ്പെട്ടവരുടെ കൂടെ ഇവൾ എപ്പോഴും ഉണ്ടായിരുന്നു. എത്രത്തോളം ഇന്നസെന്റ് ആണോ അത്രയ്ക്കും ലോയലുമാണ് ഇവൾ. പിന്നെ എനിക്ക് നന്നായി അറിയാം, എന്റെ അച്ഛൻ ഒരിക്കലും എനിക്ക് വേണ്ടി മോശമായ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കില്ല. മോനെ, നിങ്ങൾ വിശ്രമിക്കൂ, നമുക്ക് പിന്നെ സംസാരിക്കാം. അബി, ഇന്നെനിക്ക് നിന്നെ ഓർത്ത് വളരെ സന്തോഷമുണ്ട്. നീ എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ജീവിതത്തിന് പുതിയൊരു തുടക്കം കുറിച്ചു മോനെ. പ്രിയ ഇനി നിന്റെ ഉത്തരവാദിത്തമാണ്. ഇവളെ നന്നായി നോക്കണേ മോനെ. രണ്ടുപേരും സന്തോഷമായിരിക്കും മക്കളെ. പ്രിയയ്ക്ക് നിന്റെ മുറി കാണിച്ചു കൊടുക്ക. ഞാൻ എന്റെ പൊന്നുമോനെ, ഞാനെന്ന് പറയാൻ നീ എന്നെ പൊയ്ക്കോ. നീ എന്താ കരുതിയത് ഞങ്ങൾ അത്ര പെട്ടെന്ന് നിന്നെ ഏട്ടത്തിന്റെ അടുത്തേക്ക് വിടുമെന്നോ? കാര്യങ്ങളിലേക്ക് കിടക്കണേ മുന്നേ ഞങ്ങൾക്കുള്ള പാർട്ടി തന്നേരെ. പാർട്ടി നാളെ ചെയ്താ പോരെ? കണ്ടില്ലേ രണ്ടുപേരും എത്ര ക്ഷീണിച്ചിരിക്കുന്നെന്ന്. അച്ഛമ്മ, ഇന്ന് ഇവർക്ക് ഈ പാർട്ടി കൊടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇവമാരെന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അബി, നീ എന്താ മനസ്സിലാക്കാത്തത്? അച്ഛമ്മേ, ശരി, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം, പാർട്ടി എത്രയും വേഗം അവസാനിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ വരണം. ഓക്കെ അച്ഛമ്മേ. പെട്ടെന്നോ? എടാ, നിനക്ക് വരാൻ പറ്റില്ല. നീ ഇപ്പൊ പറയ്, ഞങ്ങൾക്ക് മനസ്സിലാവും നീ ഇപ്പോഴേ പെൺകൊന്നനായെന്ന്. എന്നാ ശരി, പോവാം. നിമ്മി മോളെ, ഏട്ടത്തിയെ ഏട്ടന്റെ മുറിയിലേക്ക് കൊണ്ടുപോ. ശരി മോളെ, മോള് പോയി വിശ്രമിക്കൂ. അതെ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഇതുവരെ ആയിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ ഇൻട്രോ സ്വയം ചെയ്യാം. ഹായ്, ഞാൻ നിമ്മി, അബിയേട്ടന്റെ കസിൻ സിസ്റ്റർ ആൻഡ് ആകാശിന്റെ സിസ്റ്റർ. പ്രിയ,
അറിയാം, ഏട്ടത്തിയാണ് ഏട്ടന്റെ മേലെ മാജിക് പ്രയോഗിച്ചത്. അതെ ഏട്ടത്തി, ഒരു കാര്യം പറയാവോ? ഇത്രയും ഫാൻസും മോഡൽസും ഉള്ളപ്പോ ഏട്ടത്തി എങ്ങനെയാ സാധിച്ചെടുത്തത്? എക്സ്ക്യൂസ് മീ, ഞാൻ പോയിട്ട് വരാം. നിങ്ങളിപ്പോ തന്നെ ഏട്ടത്തെ കളിയാക്കാൻ തുടങ്ങിയോ? ഒരു കാര്യം ചെയ്യാം, ഏട്ടത്തെ അല്പം വിശ്രമിക്കാൻ വിടാം, ഓ ക്ഷീണിച്ചിട്ടുണ്ടോ? സോറി, പ്ലീസ് ഏട്ടത്തി തെറ്റിദ്ധരിക്കല്ലേ. ആക്ച്വലി എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. വരൂ. വരുന്നില്ലല്ലേ? അതേന്നെ, ഉറക്കം വരുന്നില്ല. ചേച്ചി ഇല്ലാതെ ഉറങ്ങുന്ന ശീലമില്ലല്ലോ. ഈ സിസ്റ്റം ആരാ കണ്ടുപിടിച്ച്? കല്യാണത്തിന് ശേഷം പെൺകുട്ടികൾക്ക് എന്താ വീട്ടിൽ നിന്ന് പോകേണ്ടി വരുന്നത്? സത്യമാ നീ പറഞ്ഞത്. ഒന്നാമത് ഇത്രയും നാള് ചേച്ചി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇവിടെ ഇല്ലാതായപ്പോ വല്ലാത്തൊരു വിഷമം. രണ്ടുപേരും ഇതുവരെ ഉറങ്ങിയില്ലേ? അമ്മ ഇതുവരെ ഉറങ്ങാത്തെന്താ? അത് ഞാൻ ഉറങ്ങാനായിട്ട് ഇപ്പോ എനിക്ക് എന്താ എനിക്ക് ഇവിടെ നോക്ക്, നമുക്ക് എല്ലാവർക്കും ഒരേ പ്രോബ്ലം. എന്ന് വെച്ചാ രോഗം എത്ര പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന എന്തിനാ? ഏത് രോഗത്തിന്റെ കാര്യം? ചേച്ചിയെ മിസ് ചെയ്യുന്നത്. വാ അമ്മേ, നമുക്ക് ചേച്ചിയെ ഫോൺ ചെയ്യാം. ചിലപ്പോ അവൾ ഉറങ്ങിയിട്ടില്ലെങ്കിലോ? എന്റെ ഫോൺ എവിടെ? വേണ്ട, ഈ സമയം അവിടെ എന്തുമാത്രം ആളുകൾ ഉണ്ടാവും, എന്തെല്ലാം ചടങ്ങ് നടക്കുന്നുണ്ടാവും. അതുമല്ല, അവൾ ഇപ്പൊ അഭിയുടെ കൂടെ ആയിരിക്കില്ലേ? നമുക്ക് രാവിലെ വിളിക്കാം മോളെ. എപ്പോ രാവിലെ ആവും അമ്മ? പോയി പെട്ടെന്ന് കിടന്ന് ഉറങ്ങ്. ചെല്ലെ വേഗം പോ. നടക്കുന്നേ, നടക്ക് ബുൾബുൾ. എന്ത് ഷാഠ്യോ നിനക്ക്? നീ കിടക്ക്. ചെല്ലെ, രാവിലെ ഫോൺ ചെയ്യാന്ന് പറഞ്ഞല്ലേ? കിടക്ക്. മിണ്ടരുത്. രാവിലെ ഈ ഏട്ടനും ഇനി ചേച്ചിയോടെ പോണോ താമസിക്കുന്നത്? അതിനല്ലേ ചേച്ചി വന്നത്. അതെ, നീ ചേച്ചിയോടൊപ്പം താമസിച്ചാ പിന്നെ ചേച്ചി ഏട്ടനോടൊപ്പം എങ്ങനെ താമസിക്കും? ഏട്ടത്തി ഓക്കെ അല്ലേ? നീ ഏട്ടത്തിക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ആ ശരി. ഏട്ടത്തിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാ മതി. ഓക്കെ? ഹലോ രാഹുൽ, നിനക്കറിയോ ഞാൻ എവിടെയാണെന്ന്? അഭിയേട്ടന്റെ റൂമിൽ. റോക്ക് സ്റ്റാർ ഇല്ലേ, റോക്ക് സ്റ്റാർ അഭിയുടെ റൂമിൽ. എന്ത് വലിയ റൂമാന്നറിയോ? എടാ, ഇവിടെ അടിപൊളി മ്യൂസിക് സിസ്റ്റം ഉണ്ട്. നിമ്മി, ഞാൻ വിചാരിച്ചിരുന്നതേ ഈ അഭിയേട്ടൻ ഏതെങ്കിലും ഹീറോയിന്റോ മോഡലിനെയോ ഒക്കെ ആയിരിക്കും കല്യാണം കഴിക്കാന്ന. ഈ മോഡൽസും ഹീറോയിൻസും ഒക്കെ ഫോട്ടോയിലും ഫിലിമിലും മാത്രമേ കാണാൻ കൊള്ളാവൂ. എനിക്ക് എന്റെ ഏട്ടന്റെ ചോയ്സിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഏട്ടത്തി എന്തോന്നും മിണ്ടാതിരിക്കുന്നേ? ശബ്ദം വീട്ടിൽ വെച്ചിട്ടാണ് വന്നത്. ചേച്ചി ശബ്ദം വീട്ടിൽ വെച്ചിട്ട് വന്നു. അവനെ എടുത്തോണ്ട് വന്നിട്ട് അവൻ ഒട്ടും വാ അടയ്ക്കുന്നതേ ഇല്ല. ഏട്ടത്തി എന്തെങ്കിലും ഒന്ന് പറയ്. ഇനിയിപ്പോ ഏട്ടൻ വന്നിട്ട് ഏട്ടനോട് ഐ ലവ് യു മാത്രമേ പറയുള്ളൂ തോന്നുന്നു. ഓ ഹലോ, നിങ്ങൾ എന്തിനാ എന്റെ ചേച്ചി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? നോക്ക്, നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്റെ ചേച്ചി ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച എന്ത് ചെയ്യുന്നേ? ഇവനെ ആദ്യം പിടിച്ച് പുറത്താക്കണം. ഇവൻ ഇവിടെ നിന്നാലുണ്ടല്ലോ ഏട്ടനും ഏട്ടത്തെയും ഒരിക്കലും സംസാരിക്കില്ല. ദൈവ സത്യമായിട്ടും. ചേച്ചി നോക്ക്, ഇത് എന്താ ഇത്? ചേച്ചി കണ്ടോ ഇങ്ങനെ കാണിക്കുന്നത്? പറ പ്ലീസ്, ഒന്ന് പറ. നടക്ക്. നീ നിന്റെ സ്വപ്നങ്ങളുടെ ലോകത്ത് ജീവിച്ചോ. എനിക്ക് ക്ലിയറാ. ഞാനേ വളരെ പ്രാക്ടിക്കലാ. എനിക്കെങ്ങും വേണ്ട വലിയ കല്യാണമൊന്നും. എനിക്കൊരു സിമ്പിൾ കല്യാണം മതി. ചെറിയൊരു വീട്, ചെറിയ കുടുംബം, പിന്നെ ചെറിയൊരു മുറി. അതിൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഫ്യൂച്ചർ നെയ്തെടുക്കും. അതെന്താണെന്നറിയോ ബുൾബുൾ?
വലിയ മുറികളിലിരിക്കുമ്പോ ഇരുവർക്കും ഇടയിലുള്ള ഫീലിങ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. ചെറിയ മുറിയിലാവുമ്പോ ഇരുവരുടെയും ഹൃദയമിടിപ്പ് പോലും കേൾക്കാനാകും.